ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയെ ലക്ഷ്യമാക്കിയാണ്. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് കുട്ടിക്കാനം, അതായത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് പോവുകയാണെങ്കിൽ മൂലമറ്റം വഴിയും പോകാം, ഇങ്ങോട്ട് ഈരാറ്റുപേട്ട വഴിയും നമുക്ക് പോകാം. മറ്റൊരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതായത് തൊടുപുഴയിൽ നിന്ന് നേരെ പാലായിൽ നിന്ന് കട്ടപ്പന കുമളി റൂട്ടിൽ കയറി വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. മൺസൂൺ ഇങ്ങനെ എത്തി, നല്ല മഴക്കാലം തുടങ്ങിയില്ല എങ്കിൽ പോലും വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടങ്ങളൊന്നും ഒരു കാരണവശാലും ഇതുപോലുള്ള യാത്രകളിൽ മിസ്സ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വഴി ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്, വലിയ കയറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടിക്കാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മുടെ ഈ വളഞ്ഞെങ്ങാനം റൂട്ട്, അതായത് നമ്മുടെ കട്ടപ്പന കുമളി ഹൈവേ വഴി പോകുന്ന വഴി. ഏറ്റവും നല്ല ഒരു വഴിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വലിയ ഗട്ടറുകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നതും വരെ. അത് കുട്ടിക്കാനത്ത് നമ്മുടെ ഇന്നത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിച്ചേരുന്നതോടും വരെ വളരെ നല്ല സേഫ് ആയിട്ടുള്ള വഴിയാണ്. കട്ടപ്പന കുമളി അല്ലെങ്കിൽ ഏലപ്പാറ, വാഗമൺ, കുട്ടിക്കാനം എന്നീ സ്ഥലങ്ങളിലേക്ക് ഈ വഴിയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസാണ് നമ്മുടെ ഈ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. അതുകൂടാതെ തന്നെ നല്ല മഴയുള്ള സമയത്ത് ഒരു ചായ കുടിക്കാനൊക്കെ നിർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലങ്ങൾ കൂടിയാണ് നമ്മുടെ ഈ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ കുട്ടിക്കാനം ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുട്ടിക്കാനം ടൗണിൽ നിന്ന് നേരെ വാഗമൺ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്, പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അത് ഇവിടുന്ന് കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ സ്പോട്ടിലേക്കുള്ള ദൂരം. അതിമനോഹരമായ ഗ്രാമീണ ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന തേയിലത്തോട്ടങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ് കുട്ടിക്കാനത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ അത്രയും നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേയില നോട്ടുന്ന കുറേ പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഈ ഒരു കാഴ്ച അപൂർവമായ കാഴ്ചയാണ്. എപ്പോഴൊന്നും വന്നു കഴിഞ്ഞാൽ തേയില നുള്ളുന്നവരെയോ അല്ലെങ്കിൽ തേയില തൊഴിലാളികളെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതും നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. ഈ തേയിലത്തോട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ തേയിലത്തോട്ടം ഇവിടെ കൃഷി ആരംഭിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന ഈ കൃഷിയെല്ലാം ഇതുപോലെ ഈ ഒരു രൂപാന്തര മാതൃകയിലേക്ക് മാറ്റിയെടുത്ത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വിവരണം കൂടിയാണ് നമ്മുടെ ഈ യാത്രയിലെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏകദേശം നമുക്ക് 3 മിനിറ്റ് മാത്രമാണ് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താനുള്ള ദൂരം. ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ആ കൊച്ചു സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്രാ ദൂരം. ഫൈനലി നമ്മൾ പള്ളിക്കുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ പള്ളിക്കുന്നിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നേരെ നമ്മുടെ സ്പോട്ടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പള്ളിക്കുന്ന്, അതായത് കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളിക്കുന്ന് സെൻറ്റ് ജോർജ് CSI ചർച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു CSI ചർച്ച് വളരെയധികം ചെറിയ ഒരു പള്ളിയാണ് എങ്കിൽ പോലും ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമാണ് എന്നെ ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള ഒരു മെയിൻ റീസൺ. ഈ പള്ളി വരുന്നത് ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ കീഴിലാണ് ഈ പള്ളി വരുന്നത്. ഇവിടുത്തെ ഒരു ടൈമിംഗ്, ആരാധനക്രമത്തിൻ്റെ ഒരു ടൈമിംഗ് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് വാഗമണ്ണിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുട്ടിക്കാനത്താണ് എത്തിയിരിക്കുന്നത്. പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം CSI ചർച്ച് കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. CSI ചർച്ചിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ജോർജ് CSI ചർച്ച് പള്ളിക്കുന്ന്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1869 പണി കഴിപ്പിച്ച ഈ ഒരു ബ്രിട്ടീഷ് പള്ളിയാണ് ഇത്, ഈ സെൻറ്റ് ജോർജ് പള്ളി. അതായത് അഴുത പള്ളി എന്നാണ് ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് CSI സെൻറ്റ് ജോർജ് ചർച്ച് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത്. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. അതായത് ബ്രിട്ടീഷ് സെമിത്തേരി അടങ്ങുന്ന ഒരു പള്ളിയാണിത്. അത് മാത്രമല്ല പ്രത്യേകത, അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സംഭവമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ നടന്നത്. വേറെ ഒരിടത്തും ഇത് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്, അതും ഈ പള്ളി സെമിത്തേരി. എന്താണ് ആ പ്രത്യേകത എന്നല്ലേ? ആൾക്കാരെ അടക്കം ചെയ്യുന്ന സെമിത്തേരിയിൽ ഒരു കുതിരയെ കൂടി അടക്കം ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് അതിൻ്റെ ഓണറിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതിൻ്റെ നേരെ മുഖാമുഖം കാണുന്ന രീതിയിലാണ് സന്തത സഹചാരിയായ തൻ്റെ കുതിരയെ കൂടി അടക്കം ചെയ്തത്. ആ ഒരു കാഴ്ചകളിലേക്കും അവിടുത്തെ വിശേഷങ്ങളിലേക്കും ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കഥകളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് ചെറിയൊരു ബോർഡ് കാണാം. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. കാരണം ഇതൊരു ആരാധനാലയമാണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിന്ത വരുന്ന ഓരോ ടൂറിസ്റ്റുകൾക്കും ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇവിടെ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് 10 രൂപയാണ് ഇവിടെ ഫീസ് ഈടാക്കുന്നത്. അത് ട്രസ്റ്റിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലൂടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഞായറാഴ്ച ആരാധന ടൈമിംഗ് ഒക്കെ
കൃത്യമായിട്ട് നമ്മുടെ വരുന്ന വഴിക്ക് തന്നെ 2 സൈഡിലും ബോർഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ CSI ചർച്ചിൽ ആരാധനയ്ക്ക് വരണമെന്നുള്ളവർ ആ ഒരു ബോർഡ് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് പ്രദേശത്തുള്ള സെൻറ്റ് ജോർജ് CSI ചർച്ച് പള്ളിക്കുന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ബ്രിട്ടീഷ് പൈതൃക ദേവാലയങ്ങളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് മിഷണറിമാരും തോട്ടമുടമകളും ചേർന്ന് നിർമ്മിച്ച ഈ ദേവാലയം ഇടുക്കിയിലെ ഹൈറേഞ്ച് പ്രദേശത്തിൻ്റെ കോളനിവൽക്കരണത്തിൻ്റെയും തോട്ടവിള ചരിത്രത്തിൻ്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. ഇവിടെ തന്നെയാണ് പ്രശസ്ത ബ്രിട്ടീഷ് പ്ലാനറായ ജോൺ ഡാനിയൽ മൺറോ, അതായത് JD മൺറോ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വെള്ളക്കുതിരയായ ഡൗണിയുടെയും സ്മാരകം ഇതേ സെമിത്തേരിയിലുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 1800കളുടെ മധ്യത്തിൽ പീരുമേട്, കുട്ടിക്കാനം, മുണ്ടക്കയം എന്നിവിടങ്ങളിൽ കനത്ത വനപ്രദേശങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കാപ്പി, ഏലം, പിന്നീട് ചായത്തോട്ടങ്ങൾ വികസിപ്പിക്കാനായിട്ട് നിരവധി യൂറോപ്യൻ പ്ലാന്റർമാരാണ് ഇവിടെ എത്തിയത്. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും കുടുംബങ്ങളും വർദ്ധിച്ചതോടെ ഒരു ആരാധനാലയത്തിൻ്റെ ആവശ്യമുണ്ടായി. അതിനാലാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. പള്ളിക്കുന്ന് സെൻറ്റ് ജോർജ് CSI ദേവാലയം സ്ഥാപിച്ച ഭൂമി ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ലഭിച്ചത്. അന്ന് പീരുമേട് പ്രദേശം മുഴുവൻ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വനഭൂമിയായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് പ്ലാന്റർമാർക്കും മിഷണറിമാർക്കും വനഭൂമിയുടെ ചില ഭാഗങ്ങൾ തോട്ടം വികസനത്തിനും മതപരമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവദിച്ചു. ഇതിൻ്റെ ഭാഗമായി ചർച്ച് മിഷണറി സൊസൈറ്റി, അതായത് CMS മിഷണറിമാർക്ക് പള്ളിയും സെമിത്തേരിയും സ്ഥാപിക്കാൻ സ്ഥലം ലഭിച്ചു. റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ നേതൃത്വത്തിലാണ് 1869 സെൻറ്റ് ജോർജ് ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. ദേവാലയത്തിനൊപ്പം തന്നെ ബ്രിട്ടീഷ് പ്ലാന്റർമാരുടെയും മിഷണറിമാരുടെയും ശ്മശാനം സ്ഥാപിച്ചു. ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ അന്ന് ഇവിടെ പാസ്റ്റർമാരായിട്ട് വർക്ക് ചെയ്ത, അതായത് ജോലി ചെയ്തിരുന്ന എല്ലാവരുടെയും ലിസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുടെയും എല്ലാം ഫലകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. യൂറോപ്യൻ ഗോത്തിക് ശൈലിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നും പഴയ തേക്കുമരം കൊണ്ടുള്ള വാതിലുകളും ജനലുകളും ബെഞ്ചുകളും അതുപോലെ തന്നെ വർണ്ണച്ചില്ല ജാലങ്ങളും ബ്രിട്ടീഷ് ശൈലി നിലനിർത്തുന്നു. ഇവിടുത്തെ എല്ലാ വർക്കുകളും ഏകദേശം 157 കൊല്ലത്തെ പഴമയുള്ളതാണ്. അതായത് പള്ളി നിർമ്മിച്ചിട്ട് ഏകദേശം 157 കൊല്ലമാണ് പിന്നിട്ടിരിക്കുന്നത്. അതായത് ഈ 157 വർഷത്തെ പഴക്കമുള്ള തടികളാൽ നിർമ്മിതമായ ഒരു പള്ളിയാണ് നമ്മുടെ ഈ കാണുന്ന CSI സെൻറ്റ് ജോർജ് ചർച്ച്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ആ ഒരു പഴയ കാലത്തിൻ്റെ ആ ഒരു പ്രാചീനത നിലനിർത്തുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് മാമോദിസയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന മാമോദിസ് കല്ലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ അകത്ത് കാണുന്ന ആ ഒരു ഓരോരോ വർക്കുകളും, അതായത് നമ്മുടെ ഈ ഒരു ഫർണിച്ചറിൻ്റെ വർക്കുകളായിക്കോട്ടെ, എല്ലാം തന്നെ ആ ഒരു പഴമ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. ഈ കാണുന്ന ഫലകങ്ങളെല്ലാം ഇവിടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരുടെയും അതുപോലെ തന്നെ പ്ലാന്റർമാരുടെയൊക്കെയും ബന്ധുമിത്രാദികളുടെ ഫലകങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, അവരുടെ ഓർമ്മയ്ക്കായിട്ട്. ഈ കാണുന്ന സീലിംഗ് വർക്കുകളെല്ലാം യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എത്ര വർഷം കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ തന്നെ 157 വർഷത്തെ പഴമയുണ്ട് ഈ കാണുന്ന മരങ്ങൾക്കെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകളെല്ലാം അതിമനോഹരമാണ്, പൗരാണിക സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ പള്ളിയുടെ ഒരു ആകൃതി വരുന്നത് കുരിശാകൃതിയിലാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കൃത്യമായിട്ടുള്ള നമുക്ക് കുരിശിൻ്റെ ആകൃതിയിൽ ഈ പള്ളി തോന്നുന്ന രീതിയിലാണ് മുകളിൽ നിന്നുള്ള ആകാശ രൂപം. നേരെ നമ്മൾ പോകുന്നത് ബ്രിട്ടീഷ് സെമിത്തേരിയിലേക്കാണ്. ഈ സെമിത്തേരിയിൽ ഏകദേശം 30-ലധികം യൂറോപ്യൻ പ്ലാന്റർമാരുടെയും മിഷണറിമാരുടെയും ശവകുടീരങ്ങളുണ്ട്. ബ്രിട്ടൻ, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവരിൽ പലരും. JD മൺറോയുടെ ശവകുടീരം ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിൽ ഒന്നാണ്. ഇവിടെ എന്നെ അട്രാക്റ്റ് ചെയ്ത വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സെമിത്തേരിയിൽ ഇതിൻ്റെ നിർമ്മാണ രീതിയാണ്. വളരെയധികം ഗ്യാപ്പിട്ട് വളരെ ഭംഗിയോടുകൂടി ഏകരൂപേണയാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും തന്നെ ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഈ CSI പള്ളിയുടെയും ബ്രിട്ടീഷ് സെമിത്തേരിയുടെയും ഭരണാധികാരം ഇപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെൻറ് കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ വംശജരെ ഈ സെമിത്തേരിയിൽ അടക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു സെമിത്തേരി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യൻ വംശജരെ അടക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ സെമിത്തേരിയിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കല്ലറയാണ് ഈ കാണുന്നത്. 2 കൈകളും നഷ്ടപ്പെട്ട കുഞ്ഞു മാലാഖയുടെ രൂപത്തിലുള്ള ഈ ഒരു കല്ലറ. സ്വന്തം ജന്മദിനം തന്നെ മരണമടഞ്ഞ ഈ കുഞ്ഞു മാലാഖയുടെ ഒരു കല്ലറയാണ്. 2 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ആ ഒരു മാലാഖയുടെ ബോൺ ഡേറ്റും ഡൈഡ് ഡേറ്റും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 2 നവംബർ 4. വെറും 2 വയസ്സ് മാത്രമാണ് ജീവിച്ചിരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് JD മൺറോയുടെ കല്ലറയിലേക്കാണ്. ഈ JD മൺറോ 61-ാം വയസ്സിലാണ് മരണമടഞ്ഞത്.
JD മൺട്രോയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തൻ്റെ സന്തത സഹചാരിയായ വൈറ്റ് പെൺകുതിരയെ അവിടെ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. ജോൺ ഡാനിയൽ മൺട്രോ ഒരു ബ്രിട്ടീഷ് പ്ലാന്ററായിരുന്നു. ഹൈറേഞ്ചിലെ കാപ്പി, ഏലം, പിന്നീട് ചായത്തോട്ടങ്ങൾ വികസനത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പീരുമേട്, വാഗമൺ, ഏലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ വനങ്ങൾ തുറന്ന് തോട്ടങ്ങൾ വികസിപ്പിച്ചു. കാപ്പിയും ഏലവും കൃഷി ചെയ്തു. പിന്നീട് കാപ്പി ഇലരോഗം പടർന്നതോടെ ചായ കൃഷിയിലേക്ക് മാറ്റം വന്നു. കാട്ടിലൂടെ കുതിരപ്പാതകളും പിന്നീട് ചരക്കു വഴികൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ് JD മൺട്രോ. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു. ആ കാലഘട്ടത്തിൽ വാഹനങ്ങളില്ലാതിരുന്നാൽ കുതിര സവാരിയാണ് പുള്ളി യൂസ് ചെയ്തിരുന്നത്. അതിനായിട്ട് യൂസ് ചെയ്തിരുന്ന പെൺകുതിരയായിരുന്നു ഡൗണി, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി. ഊണിലും ഉറക്കത്തിലും അതായത് പുള്ളി എവിടെ പോയാലും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കൊണ്ടുവരുന്ന പെൺകുതിരയാണ് ഡൗണി. തൻ്റെ കാഴ്ചയ്ക്കപ്പുറം തൊട്ടടുത്ത് തന്നെ കാണുന്ന രീതിയിലാണ് പരസ്പരം മുഖാമുഖമായിട്ട് അഭിമുഖീകരിച്ച് ഇവർ രണ്ടുപേരെയും അടക്കം ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തേതും ചിലപ്പോൾ അവസാനത്തേതുമായ ഒരേ ഒരു കാര്യം. അതായത് ജനങ്ങളെ അടക്കുന്ന സെമിത്തേരിയിൽ ഒരു മൃഗത്തെ, അതായത് ഒരു കുതിരയെ കൂടി അടക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ CSI ചർച്ചിൻ്റെ സെമിത്തേരിയിലുള്ളത്. പിന്നെ ഈ കാണുന്ന ഭാഗത്തുള്ളതാണ് ഇന്ത്യൻ വംശജരായിട്ടുള്ള സെമിത്തേരി. അവർക്ക് ഇവിടെ അടക്കാനായിട്ടുള്ള സ്പെഷ്യൽ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ CSI ചർച്ച്. ഇപ്പോൾ പൃഥ്വിരാജ് അഭിനയിച്ച 9, അതുപോലെ തന്നെ ജോസഫ് മൂവി, പിന്നെ ഇയോബിൻ്റെ പുസ്തകം, മമ്മൂക്ക അഭിനയിച്ച പ്രീസ്റ്റ് എന്നീ മുതലായ അനേകം സിനിമകൾ ഇവിടെ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലൊക്കേഷൻ ആ സിനിമകൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ഈ ഭാഗത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യൻ വംശജർക്കായിട്ടുള്ള ആ ഒരു സിമിത്തേരി ഈ ഭാഗത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ അതിമനോഹരം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏലപ്പാറ, ഈ കുട്ടിക്കാനം ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു അട്രാക്റ്റീവായിട്ടൊരു പ്ലേസിലാണ് ഈ ഒരു സിമിത്തേരി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഈ ഒരു സിമിത്തേരി കാണാൻ പോലും തന്നെ. പിന്നെ 15.62 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ ടോട്ടൽ സിമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. JD മൺട്രോയും ഡൗണിയും മരിച്ചു എന്ന് പറയുന്നതിന് പല പ്രാദേശിക കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിന് വ്യക്തമായ രേഖകൾ ഒന്നും തന്നെയില്ല. 1895 61-ാം വയസ്സിൽ JD മൺട്രോ അന്തരിച്ചു. ലഭ്യമായ വിശ്വസനീയമായ ചരിത്ര രേഖകൾ പ്രകാരം അദ്ദേഹം സ്വാഭാവിക കാരണങ്ങളാലോ അസുഖം മൂലമോ മരിച്ചു എന്നാണ് ലഭ്യമായ രേഖകൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുതിരയുടെ കാര്യം. മറ്റൊരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. JD മൺട്രോയും ഡൗണി എന്ന കുതിരയും സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൗണിയുടെ കാൽ വഴുതി ഒരു കൊക്കയിലേക്ക് വീണ് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ കൊക്കയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൊക്കയുടെ പേരാണ് മത്തായി കൊക്ക. അതായത് കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് മത്തായി കൊക്കയിലേക്കുള്ള ദൂരം. CPM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മത്തായി കൊക്ക സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് വായിക്കുക. JD മൺട്രോ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സന്തത സഹചാരിയായിരുന്ന ഡൗണിയെ ശവകുടീരത്തിനടുത്ത് അടക്കം ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ഡൗണി മരിച്ചപ്പോൾ ആ ആഗ്രഹപ്രകാരമാണ് അതിനെ മൺട്രോയുടെ കല്ലറയ്ക്ക് എതിർവശത്തായി അടക്കം ചെയ്തത്. ബ്രിട്ടീഷ് സെമിത്തേരിയിൽ ഒരു കുതിരയ്ക്കായി നിർമ്മിച്ച അപൂർവ സ്മാരകങ്ങളിലൊന്ന് ഇത് അറിയപ്പെടുന്നു. JD മൺട്രോയും അതുപോലെ തന്നെ ഡൗണി എന്ന തൻ്റെ വെള്ള പെൺകുതിരയും ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഇങ്ങനെയാണ്. ഈ കഥകളിലേക്ക് നിങ്ങളും വന്നു ചേരുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ.